ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വളരെ വേഗം എത്തിക്കഴിഞ്ഞു. നമ്മുടെ റമളാനിനെ സ്വാഗതം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വയസ്സുകൂടി നീട്ടിത്തന്നു എന്നതാണ് ഈ റമളാനിലെ ആദ്യത്തെ അനുഗ്രഹം. പിന്നീടുള്ളതാണ് ഇനിയും ഒന്നും കൂടി നന്നാവാൻ ഒരു ചാൻസ് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ തരുന്നു എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു താക്കീത് നിറഞ്ഞ റമളാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു നീട്ടിത്തന്ന ഈ റമളാൻ അത് പൂർത്തീകരിക്കാനുള്ള ആയുസ്സും കൂടി പടച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചതുപോലെ വേണ്ട വിധത്തിൽ നോമ്പ് ഉൾക്കൊണ്ട് മുത്തഖികളായി മാറുന്ന ആ ഒരു ബർക്കത്തും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാനിൻ്റെ വിജയമാണ് റമളാൻ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഒരു വിശ്വാസിക്ക് ഓരോ നിമിഷവും വിജയം തന്നെയാണ്. ഇത് റമളാൻ എന്ന് മാത്രമല്ല, നമ്മൾ കൈകാര്യം ചെയ്യുന്ന, നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച ഓരോ ഇബാദത്തും അത് പൂർത്തീകരിക്കുമ്പോൾ വിജയി ആയി കഴിഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അതായത് നമസ്കാരം നിങ്ങൾ വേണ്ട തരത്തിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ വിജയിക്കുന്നു. അത് നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും എല്ലാം നമുക്ക് വിജയമാണ് തരുന്നത്. അത് നോമ്പിൻ്റെ മാത്രം പ്രത്യേകതയല്ല. പക്ഷെ എന്നാൽ ചില ഹദീസുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പ് എൻ്റേതാണ്, അതിൻ്റെ പ്രതിഫലം ഞാനാണ് തരുന്നത് എന്ന തരത്തിലുള്ള ഹദീസുകൾ കാണാം. അതിൻ്റെ അർത്ഥം മറ്റുള്ളതിനും തരുന്നതെന്നല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ തന്നിലേക്ക് ചേർത്ത് വെക്കുന്നത് നമുക്ക് ഒരുപാട് ഹദീസുകളിലൂടെ കാണാൻ പറ്റും. അസ്സിയാമു ജുന്ന, നോമ്പ് അത് പരിചയമാണ്, നോമ്പ് എനിക്കുള്ളതാണ്, അത് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നു. കാരണം ബാക്കിയുള്ള മറ്റുള്ള എല്ലാ 4 ഇബാദത്തുകളും നോമ്പ് ഒഴിച്ച് മാറ്റിവെച്ചാൽ പലതിനും ചില സമയങ്ങൾ മാത്രമുള്ളതാണ്. പക്ഷേ നോമ്പിൻ്റെ പ്രത്യേകത ഇസ്ലാം പഠിപ്പിച്ച എല്ലാ ഇബാദത്തുകളും നോമ്പിൻ്റെ ഉള്ളിൽ വരുന്നു എന്നുള്ളതാണ്. അതായത് ഉംറ അടക്കം, ഹജ്ജിനെയല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ ഹജ്ജായ ഉംറ അടക്കം നമ്മൾ റമളാനിൽ ഉള്ളിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അതുകൊണ്ട് എല്ലാ ഇബാദത്തുകളും ഇസ്ലാം പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ച എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ ഇബാദത്തുകളും നോമ്പിൻ്റെ ഉള്ളിൽ, റമളാനിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ നമ്മളോട് പ്രത്യേകം കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാവാം ഒരുപക്ഷെ നോമ്പ് എൻ്റേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി നമ്മളോട് പറയുന്നത്. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കരിച്ചു കളയുന്നതെന്നാണ്. പക്ഷേ അതിനെ ഷെയ്ഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം റമളാനിനെ വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ ഒനിയത്ത് താലിബ് എന്ന് പറയുന്ന ഒരു കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. റമളാൻ എന്ന് പറയുന്നത് ഓരോ ലഫ്ലിനെയും ഓരോ അക്ഷരത്തെയും എടുത്തുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. റമളാൻ എന്ന് പറയുന്നത് 5 അക്ഷരങ്ങളാണ്. അതിൽ അദ്ദേഹം പറയുന്നത് റാ എന്നത് റിളുവാനുള്ളയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി ആണ് റാ എന്ന് പറയുന്നത്. അതുപോലെ മീം എന്ന് പറയുന്നത് മഹാബാത്തുള്ളയാണ്, അള്ളാഹുവിൻ്റെ മഹബത്താണ് മീം എന്ന് പറയുന്നത്. ളാദ് എന്ന് പറയുന്നത് ളിമാനുള്ളയാണ്, അള്ളാഹുവിൻ്റെ വാറണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ് ളാദ് എന്ന് പറയുന്നത്. അലിഫ് എന്ന് പറയുന്നത് ഉൽഫത്തുള്ള, അള്ളാഹുവിൻ്റെ ഇണക്കവും അടുപ്പവുമാണ് അലിഫ് എന്ന് പറയുന്നത്. നൂൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറുള്ളയാണ് നൂൻ. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ റമളാൻ എന്ന് പറയുന്നതിൽ, ഇതിന് നമുക്ക് വേറെ ഹദീസൊന്നും നോക്കിയാൽ കാണാൻ കഴിയില്ല. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു മനനത്തിലൂടെ വിശദീകരിച്ച് പറയുന്നതാണ്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ്, റമളാൻ എന്ന് പറയുന്നത് ഷഹ്റു റിളുവാനു വ മഹബ്ബ. റമളാൻ എന്ന് പറയുന്നത് അത് മഹബത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള അനൽപമായ ഇഷ്ടത്തിൻ്റെയും അള്ളാഹുവിൻ്റെ തൃപ്തി
പ്രതീക്ഷിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസി ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെയും മാസമാണ്. അതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും പറയുന്നു വമാനും വ ഉൽഫത്തും വ നൂറുൻ. ഈ റമദാൻ എന്ന് പറയുന്നത് വാറണ്ടിയാണ്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ഇനിയുള്ള കാലങ്ങളിലേക്ക് പുണ്യം ലഭിക്കാനുള്ളൊരു വാറണ്ടിയും ഗ്യാരണ്ടിയും കൂടാണ് റമദാൻ എന്ന് പറയുന്നത്. വമാനാണ്. അതിൻ്റെ കൂടെ പറഞ്ഞു റമദാൻ എന്ന് പറയുന്നത് ഉൽഫത്താണ്, അതായത് ഇണക്കമാണ്. ഉൽഫത്ത് എന്നുള്ള പദം നമുക്ക് പരിചയമുള്ളതാണ്. ഇലാഫി ഖുറൈഷ് ഈലാഫിഹിം റഹ്ലത ഷിതാഇ വസൈഫ് എന്നുള്ള പദം, അതാണ് ഉൽഫത്തിൽ നിന്നാണ് അതുണ്ടായത്. ആ ഇണക്കം, അതായത് ഒരു വിശ്വാസിക്ക് അവൻ്റെ റബ്ബിനോട് അല്ലെങ്കിൽ അവളുടെ റബ്ബിനോട് ഇണക്കമുണ്ടാവുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ് അള്ളാഹുവിൻ്റെ നിയമം അംഗീകരിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന ഇബാദത്ത്. അത് റമദാനിൽ നീണ്ടു നിൽക്കുന്നു. അതായത് 29-30 ദിവസത്തോളം ആ ഇബാദത്ത്, ആ മഹബത്ത് അല്ലെങ്കിൽ ആ ഉൽഫത്ത്, ആ ഇണക്കം നീണ്ടു നിൽക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ റമദാൻ എന്ന് പറയുന്നത് നൂറാണ്, പ്രകാശമാണ്. എല്ലാ ഇബാദത്തുകളും ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാശമായിട്ടാണ്. അപ്പോൾ ഇസ്ലാം തന്നെ പ്രകാശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അള്ളാഹു നൂറാണ്, ആകാശഭൂമികളുടെ മുഴുവൻ ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും നൂറാണ് പടച്ചവൻ. അതുപോലെ തന്നെ ഖുർആനിനെയും നൂറായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുനീറായി, പ്രകാശിപ്പിക്കുന്നവനായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിനെ തന്നെ മിനൽ ളുലുമാത്തി ഇല നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് നൂറിലേക്ക് വിളിക്കുന്ന പ്രവാചകൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് കാണാം. അതായത് ഇസ്ലാം എന്ന് പറയുന്ന നന്മയുടെ പ്രകാശത്തിൻ്റെ ഒരാശയമായി, സംവിധാനമായി, സിസ്റ്റമായി ഇസ്ലാമിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ ഇബാദത്തുകളിലും ഈ നൂർ പ്രകടമാവുന്നു. അതുകൊണ്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ല ഷഹ്റു റമദാൻ എന്നത് നൂറും കൂടിയാണ്, അത് പ്രകാശം കൂടിയാണ്. ആലോചിച്ച് നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഈ മാസത്തിൽ മുഴുവൻ ഒന്നിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി അത് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞൊരു കാര്യം, എന്നിട്ട് പോലും നന്നാവാത്തതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഹദീസിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ പറയുന്നൊരു പോയിൻ്റാണ്, എന്നിട്ട് പോലും ആ മാസം മുന്നിൽ വന്നിട്ട് പോലും നന്നാവാത്തവൻ്റെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം ആ ഒനിയ കിതാബിൽ തന്നെ വിശദീകരിച്ച് പറയുന്നത് കാണാം. റമദാൻ എന്ന മാസത്തെ നമുക്ക് അള്ളാഹു മുന്നോട്ട് വെച്ചിരുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞതുപോലെ ജീവിത വിജയത്തിനാണ്. നമ്മുടെ ആത്മാവിൻ്റെ ദാഹത്തെ അടക്കുവാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു 11 മാസം നമ്മളിൽ സംഭവിച്ചു പോയ പല പുഴുക്കുത്തുകളെയും ഇല്ലാതാക്കി തെളിമയുള്ള, ക്ലാരിറ്റിയുള്ള, പ്യൂരിറ്റിയുള്ള ഒരു ഓർമ്മകൾ തരുവാൻ വേണ്ടിയിട്ടും കൂടാണ്. പക്ഷേ ആ ഒരു ഓർമ്മകൾ നമ്മൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണങ്ങളും വെള്ളമൊക്കെ ഉപേക്ഷിക്കുകയും എന്നാൽ വാ തുറന്നാൽ ഖൗലു സൂർ, വൃത്തികേട് കള്ളവർത്താനം പറയും, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ നോമ്പ് പടച്ചവന് ആവശ്യമില്ല. നോമ്പ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? അതൊരു ചടങ്ങെന്ന രീതിയിലാണോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണോ? ഷെയ്ഖ് മുഹീദ്ദീൻ പറഞ്ഞതുപോലെ റിളുവാനും ഷഹർ റിളുവാൻ, തൃപ്തിയുടെ മാസം എന്ന കൺസെപ്റ്റാണോ നമുക്കുള്ളത്? അത് അല്ലെങ്കിൽ ഒരു എല്ലാ ഇബാദത്തുകളും പോലെ ഒരു വിശ്വാസം എന്ന നിലയിൽ ചിലപ്പോൾ നമ്മൾ യാന്ത്രികമായി തന്നെ സുബഹിക്ക് എഴുന്നേക്കും. അത് നമ്മുടെ ടൈം ടേബിൾ വെച്ചുകൊണ്ട് ളുഹറിന് മുമ്പ് പോവുകയാണെങ്കിൽ ഇത്ര പരിപാടികൾ തീർക്കാം. അപ്പോൾ ദുഹർ നിസ്കരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച് അടുത്ത പണിയിലേക്ക് കയറാം. അതായത് 4:30-ക്കുള്ളിൽ തന്നെ അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കളിക്കാനും വിളിക്കാനും ഉള്ള ടൈം കിട്ടും. പിന്നെ വീട്ടിൽ പോകാനുള്ള ടൈമാണ്. അപ്പം മഗ്‌രിബോട് കൂടി നമുക്ക് ടൈം, ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായി നമസ്കാരത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മകളെയും വൃത്തികേടുകളെയും തടയുന്നതാണ് നമസ്കാരം എന്ന് പറയുന്ന ആശയം നടപ്പിലാവുകയില്ല. ഈ നമസ്കാരവും ഈ പറയുന്ന ഉംറയും സക്കാത്ത് യഥാർത്ഥത്തിൽ റമദാനിലുള്ളതല്ല. ഇത് വാർഷികമായി ഒരു കണക്ക് വെച്ച് വർഷത്തിൽ എപ്പോഴും കൊടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സ്വതക്കയുടെ ഇനത്തിൽ എന്നതുപോലെ തന്നെ സക്കാത്തും റമദാനിൽ ഫിറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. സക്കാത്തിൻ്റെയും അവസ്ഥ അത് തന്നെയല്ലേ? നമ്മുടെ സാമ്പത്തികമായ ശുദ്ധീകരണം, മാനസികമായ ശുദ്ധീകരണം ഉദ്ദേശിച്ചുകൊണ്ടാണോ സക്കാത്ത് കൊടുക്കുന്നത്? ആ രീതിയിലാണോ സക്കാത്ത് കൊടുക്കുന്നത്? അതും നടക്കുന്നത് റമദാനിലാണെങ്കിൽ ആ മനസ്സുകൊണ്ടാണോ, അള്ളാഹുവിൻ്റെ റിള ഉദ്ദേശിച്ചുകൊണ്ടാണോ സക്കാത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചക്കാത്തായിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? ഇതേ എല്ലാ ഇബാദത്തുകളിലും അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ റമദാനിനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആ ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണോ നമ്മൾ സമീപിക്കുന്നത്? അതല്ല എങ്കിൽ നോമ്പെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യവുമൊന്നുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ റമളാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് വേണ്ടത് ചില ഉദ്ദേശശുദ്ധികളാണ്. കാരണം ഒരു വിശ്വാസിക്ക് വേണ്ടത് ഹുസ്നുൽ വന്നും ഹുസ്നുൻ നിയ്യത്തുമാണ്, നല്ല ചിന്തയും നല്ല ഉദ്ദേശങ്ങളുമാണ്. ഈ റമളാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മാസമാണ്. പടച്ചോൻ ഒരു വയസ്സും കൂടി എനിക്ക് നീട്ടി തന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് റമളാൻ പിടിക്കാനുള്ള തൗഫീഖ് എനിക്ക് ലഭിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പോലും ഈ റമളാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ റമളാനെ പോലെ തന്നെ ആയി മാറുകയാണെങ്കിൽ റമളാന് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം. സൂറത്തുൽ അസ്റിൽ നമുക്കറിയാം, നമ്മളെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം കൊണ്ട് സത്യം, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈമാനും വിശ്വാസവും പിടിച്ച് ജീവിച്ചവരൊഴികെ. അതുമാത്രമല്ല വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിക്കാത്തവരും ഒഴികെ. ഹക്കിന് അവകാശമെന്നും ഉത്തരവാദിത്തമെന്നും ധർമ്മമെന്നും ന്യായമെന്നും സത്യമെന്നും എല്ലാം അർത്ഥമുണ്ട്. അതായത് റമളാനിൽ നമ്മളുടെ അവകാശമാണ് നന്നായി നോമ്പ് പിടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്തമാണ് മറ്റൊരാളോട് നോമ്പ് പിടിക്കണമെന്നും നോമ്പിൻ്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കണമെന്നുമുള്ളതും എൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. തവാസി എന്ന പദത്തിൻ്റെ അർത്ഥം പരസ്പരം വസിയത്ത് ചെയ്യുക എന്നാണ്. അതായത് നിനക്ക് നോമ്പിന് അർഹതയുണ്ടെന്നും നിനക്ക് നോമ്പിന് അവകാശമുണ്ടെന്നും നോമ്പ് ശരിയാണെന്നും നോമ്പ് ന്യായമാണെന്നും ധർമ്മമാണെന്നും പരസ്പരം ഉപദേശിക്കാത്തവരും ഒഴികെ മനുഷ്യന്മാർ നഷ്ടത്തിലാണെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല വതവാസൗ ബിസ് സബ്ർ, സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും സ്ഥൈര്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കാത്തവരും ഒഴികെ. ഇതും റമളാനിൽ തന്നെയല്ലേ നടക്കുന്നത്. റമളാൻ എന്ന് പറയുന്നത് ക്ഷമയുടെ മാസവും കൂടാണ്. ഷഹ്റു സബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, ക്ഷമയുടെ മാസമാണ്. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമയും സഹനവും സ്ഥൈര്യവും ചേർന്നതാണ്. ക്ഷമിച്ചാൽ മാത്രം പോരാ, സഹിക്കാനും കഴിയണം. സഹിച്ചാൽ മാത്രം പോരാ, നിൽക്കുന്ന ആ ഫീൽഡിൽ അടിയുറച്ച് സ്ഥൈര്യത്തോടുകൂടി ധീരതയോടുകൂടി നിൽക്കാനും കഴിയണം. അങ്ങനെ നിന്ന് നോമ്പെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി വരാൻ പോകുന്ന നോമ്പിലും നമുക്കങ്ങനെ നോമ്പെടുക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഹുസ്നുൻ നിയ്യത്ത്, ഉദ്ദേശശുദ്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാൻ മുന്നോട്ട് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി മാറുന്നു. രണ്ടാമതാണ് ഹുസ്നുൽ ദൊന്ന്. നമ്മൾ കുടുംബ ബന്ധമുള്ളവരാണ്, സുഹൃത്ത് ബന്ധമുള്ളവരാണ്, കച്ചവട ബന്ധങ്ങളുള്ളവരാണ്. നമ്മൾ നിലനിൽക്കുന്ന ഏതൊക്കെ ഫീൽഡിലാണോ അവിടെയൊക്കെയും പലതരം ബന്ധങ്ങളും കോണ്ടാക്റ്റുകളും നിലനിർത്തുന്നവരാണ്. ഇതുവരെ കഴിഞ്ഞു പോയ ബന്ധങ്ങളിൽ നമ്മളെ കൂടാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഹുസ്നുൽ ദന്ന്, നല്ല ചിന്ത പുലർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോശമായ ചിന്തയിൽ നിന്ന് മാറ്റി നല്ലതാണ് മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാൻ. അത് മാത്രമല്ല ഖുർആനിൽ പറയുന്നുണ്ട്. എപ്പോൾ അവർ പറയുന്നു ഖുർആനിൽ റബ്ബനാ ലാ തജൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, പടച്ചവനെ വിശ്വാസികളുടെ കാര്യത്തിൽ അവരെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഈറയൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ. സൂറ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളൊന്ന് ഇന്ന ബഅദൽ ളൊന്ന് ഇസ്മുൻ. അല്ലയോ വിശ്വാസികളെ, ഈ ഊഹാപോഹങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അത് അധികവും പാപമാണ്. അത് മാത്രമല്ല ഇത് തുടരുകയാണെങ്കിൽ പിന്നെന്താ സംഭവിക്കുക? വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ തുടങ്ങും. അതായത് ചുഴിഞ്ഞന്വേഷിക്കരുത്. മറ്റൊരാളെക്കുറിച്ച് ഏഷണയും പരദൂഷണം ചെയ്യണമെങ്കിൽ കുറച്ച് ഫാക്റ്റും ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ വേണം. അത് ആദ്യം ചെയ്യുക നമ്മൾ ആ ആൾക്കാരെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തു ചെയ്യും? അത് പറ്റുന്ന വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ജാസൂസി നടത്തും. ആൾക്കാരുടെ ജീവിതത്തിലേക്ക് അവരുടെ അനുവാദമില്ലാതെ ചുഴിഞ്ഞിറങ്ങാൻ നമ്മൾ ശ്രമിക്കും. അത് കിട്ടിക്കഴിഞ്ഞാലോ വലാ യഗ്തബ് ബഅ്ദുക്കും ബഅ്ദ, നമ്മൾ പരസ്പരം ഗീബത്തും നമീമത്തും പറയുന്ന ആൾക്കാരായി മാറും. അതായത് ആൾക്കാർ പറയരുതേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ തന്നെ തുടർന്ന് പറയുന്നത്, അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു. സ്വന്തം സഹോദരൻ്റെ, അനിയൻ്റെ, ജ്യേഷ്ഠൻ്റെ മരിച്ച മയ്യത്ത് മാംസം തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഇല്ല. ഫകരിഹ്തുമു, നിങ്ങൾ വെറുക്കുക തന്നെ ചെയ്യും. അതാണ് ഗീബത്തും നമീമത്തും. ഗീബത്തും നമീമത്തും ഇസ്ലാം ഹറാമാക്കിയതാണ്.
നമ്മൾ ഹോട്ടലുകളിൽ കയറുമ്പോൾ ഹലാൽ ഫുഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കയറുക. അവിടെ കയറി ഇരുന്നിട്ട് മറ്റൊരുത്തൻ്റെ പച്ചിറച്ചി തിന്നലായിരിക്കും നമ്മൾ ഹലാൽ ഫുഡ് ഉണ്ടോ എന്ന് നോക്കി ആ കടയിൽ കയറിയിട്ട് ബീഫും ചിക്കനും കഴിക്കുമ്പോഴും നമ്മൾ മറ്റൊരുത്തൻ്റെ ഏഷണിയും പരിദൂഷണവും പറഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും സംഭവിക്കുകയും ചെയ്യുക. അതായത് ഹറാമാക്കിയ ഗൈബത്തും നമീമത്തും നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ നമ്മൾ അതിനേക്കാളും വലിയ കാര്യങ്ങൾ നോക്കി ചെയ്യാം. പലപ്പോഴും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചോർന്നു പോകുന്നത് അറിയുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ അതും റമദാനിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങിലേക്ക് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തൗഫീക്ക് ചെയ്തു തരികയാണ്. ഈ മാസവും പഴയതുപോലെ ഗീമത്തും നമീമത്തിൻ്റെയും ലോകത്തേക്ക് തന്നെയാണോ നിങ്ങൾ മടങ്ങാൻ പോകുന്നതെന്നുള്ളൊരു പരീക്ഷണഘട്ടവും കൂടിയായി റമദാൻ ഒരു ബലാആയും, റമദാൻ റഹ്മത്താണ്, നിഅമത്താണ്, ബറക്കത്താണ് നമുക്കറിയാം. പക്ഷെ അതേ സമയം തന്നെ റമദാൻ ബലാഇൻ്റെ പരീക്ഷണവുമായും അത് ശിക്ഷയ്ക്കുള്ള മാംസവുമായും കൂടി നമ്മളിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ ആകുമ്പോൾ ശൈത്താനെ പിടിച്ചു കെട്ടും. കാരണം ബാക്കി മനുഷ്യന്മാരായ ശൈത്താന്മാർ പിന്നെ ലോകത്തുണ്ടല്ലോ. കാരണം നമ്മൾ സൂറത്തുൻ നാസിൽ ശൈത്താനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നത് 2 ഭാഗത്തായിട്ടാണ്. മിനൽ ജിന്നത്തി വന്നാസ്. ശൈത്താന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. ഇടയ്ക്കിടെ ഖന്നാസ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ വന്നു മറയുന്ന വസ്വാസ്, ദുർബോധകൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. പിന്നെന്താണ് പറയുന്നത്? യുവസുഫി സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ചെയ്യുന്ന. മിനൽ ജിന്നത്തി വന്നാസ്. ഷെയ്ത്താൻ എന്ന് പറയുന്ന ഇബ്ലീസിനെയും കൂട്ടുകാരെക്കുറിച്ച് മാത്രമല്ല, നമ്മളെയും കൂടെ കുറിച്ചിട്ടാണ്. വന്നാസ്, ജനങ്ങളിലെയും പെട്ട ഷെയ്ത്താന്മാർ. ഷെയ്ത്താൻ അള്ളാഹു പിടിച്ചിടുമെങ്കിൽ നമുക്കിടെ വേറെ ഷെയ്ത്താന്മാർ നമ്മുടെ കൂടെ തന്നെ നമ്മളായി പലപ്പോഴും മാറാറുണ്ട്. നമ്മൾ ഷെയ്ത്താന്മാരായ മാറുന്ന നിമിഷവും കൂടിയിട്ടാണ് പലപ്പോഴും റമദാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയിട്ടാണ്. ഷെയ്ത്താൻ ഇബ്ലീസ് പടച്ചോനെ പിടിച്ചു കെട്ടിയെന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കേണ്ട മാസമല്ല. അതായത് ബലാ നമ്മളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ആ സൂറത്തുൻ നാസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ എങ്ങനെ ശുദ്ധീകരിക്കുന്നു, എങ്ങനെ നമ്മളെ ക്ലാരിറ്റിയും ക്ലിയറുമായും പ്യൂരിഫൈഡായി മാറുന്നു എന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ചിട്ട് വളരെ സുന്ദരമായ ഒരുപാട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. സൂറ മുഅ്മിനൂൻ നമുക്കെല്ലാവർക്കും അറിയാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്താണ്. ആ സൂറത്തിൽ അവസാനം വരെയും പല ഭാഗങ്ങളിലായി വിശ്വാസി ആരാണ്, വിശ്വാസിയുടെ മനോഘടന എന്താണ്, വിശ്വാസി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കുന്നത് കാണാം. നമ്മൾ പലപ്പോഴും അത് വിശ്വാസിയെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയലല്ല, അല്ലെങ്കിൽ ഒരു വിശ്വാസി എങ്ങനെ ആവണമെന്നും കൂടി പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിൽ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബഹും വജില്ലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വിശ്വാസികളുടെ ഒരു ഉപമ, ഒരു വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർക്ക് ലഭിച്ചത് കൊടുക്കുന്നവരാണ്. അപ്പോഴും ഖുലൂബും, എന്നാൽ ആ കൊടുക്കുന്ന നേരം പോലും അവരുടെ ഹൃദയങ്ങൾ അവർ വജില്ലത്തിന് വളരെ ഭയപ്പാടോട് കൂടിയിട്ടായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളൊരു ബോധവും അവർക്കുണ്ട്. അതായത് അള്ളാഹു ഈ പറയുന്നത്, തങ്ങൾ വല്ലവർക്കും കൊടുക്കുന്നതിന് അവർ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണ് എന്നതിനാൽ ഹൃദയം നടുങ്ങുന്നവരായിക്കൊണ്ട് കൊടുക്കുന്നവരാണ്. അതായത് ഞാൻ കൊടുക്കുന്നത് പോലും പടച്ചോനെ നിൻ്റെ ഒരു തൃപ്തി കൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത്, എൻ്റെ മനസ്സിൽ മറ്റൊരു ലക്ഷ്യം വരല്ലേ, അങ്ങനെങ്ങാനും വന്നു പോയാൽ പടച്ചോൻ്റെ ശിക്ഷ ഭയക്കുന്നവരായിരിക്കും വിശ്വാസികൾ. കൊടുക്കുന്നത് പോലും സുന്ദരമായും സൂക്ഷ്മമായും കൊടുക്കാൻ കഴിയുന്നവർ. റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമ്മളെ നബി പഠിപ്പിക്കുന്ന റമദാൻ നബി ഏറ്റവും വലിയ ജവാദായി, അജുവദായി, ഏറ്റവും നല്ല ഔദാര്യവാനായി മാറുന്ന മാസമായിട്ടാണ് റമദാനിനെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഔദാര്യവാൻ, അതും മറ്റ് 13 മാസങ്ങളെക്കാളും അപ്പുറം റമദാനിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഖുർആനിൽ മക്കി സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട്, അല്ലെങ്കിൽ മക്കക്കാരെയും തന്നെ അവരെ അവലോകനം ചെയ്യുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് വലാ യഹല്ലൂന അലാ ത്വാമിൽ മിസ്കീൻ. മിസ്കീനിൻ്റെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരോട്. പ്രേരിപ്പിക്കുക എന്നത്, ഇല്ലെങ്കിൽ പ്രേരിപ്പിക്കാൻ കഴിയണം.
റമളാനിൽ നമ്മുടെ കയ്യിൽ സമ്പത്തില്ല എങ്കിൽ, നമുക്ക് സ്വതക്കകൾ കൊടുക്കാനുള്ള ഭാഗ്യമില്ല എങ്കിൽ, പക്ഷേ അത് ഉള്ളവനെ കൊണ്ട് കൊടുപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു ഉദ്ദേശം. നിൻ്റെ അവകാശമാണ്, നിൻ്റെ അർഹതയാണ്, ബാധ്യതയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക എന്നുള്ള ബോധം തൻ്റെ സഹോദരനെ, സഹോദരിയെ ബോധിപ്പിക്കാനും നമുക്ക് കഴിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല മാതൃക റമളാനിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം കൊടുക്കുമ്പോഴെങ്ങാനും എൻ്റെ മനസ്സിൽ കിബിർ, ഫഖർ, അഹങ്കാരമോ വലിയ ഗർവോ ഉണ്ടായിപ്പോയാലോ എന്ന് ഭയക്കുന്നവരായിരിക്കും വിശ്വാസികളെന്നാണ് സൂറ മുഅ്മിനൂനിൽ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലായിക, അവർ, മറ്റൊരു വിശദീകരണം പറയുന്നത്, യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവർ, അങ്ങനെയുള്ളവർ, ഈ വിശ്വാസികളെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ധൃതി കൂട്ടുന്നവരാണ്. അവർ അതിലേക്ക് മുൻകടക്കുന്നവരാണ്. അതായത് മത്സരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരും കൂടാണ് വിശ്വാസികൾ. മുത്തഖികൾ ആര് എന്ന് പറയുന്ന ഒരു ചർച്ച പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. സൂറത്തുൽ ആൽ ഇംറാനിലെ 135 മുതൽ 133 മുതൽ 155 വരെയുള്ള ആയത്തുകളിൽ ആരാണ് മുത്തഖി, അല്ലെങ്കിൽ മുത്തഖികൾ ആവാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വറഹ്മ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ നിന്നും ജന്നത്തും ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുക, മത്സരിച്ച് മുന്നേറുക. അങ്ങനെയുള്ളവർക്ക് ജന്നത്തിൻ്റെ വിശദീകരിച്ചിട്ട് അള്ളാഹു പറയുന്നു, അത് അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായതാണ് ജന്നത്ത്. അത് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് മുത്തഖി എന്ന് പറയുന്നു? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ ഖാളിമീനൽ ഗൈദ് വൽ ആഫീന അനിൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുത്തഖികളെന്ന് പറയുന്നത്, ഞാനിത് പറയാൻ കാരണം റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിക്കൊണ്ടിറക്കിയ ആയത്തിൽ അവസാനം പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാം, ഒരു ഗ്യാരണ്ടിയുമില്ല, തഖ്വ ഉള്ളവർ ആയേക്കാം. അപ്പം മുത്തഖി ആരാവണം, എങ്ങനെയുള്ളവനാണ് മുത്തഖി? അതായത് റമളാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആരാവണമെന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുത്തഖികൾ എന്ന് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. സറ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള സാഹചര്യങ്ങളിലും, ലൊറ എന്ന് വെച്ചാൽ പ്രയാസമുള്ള സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. മുത്തഖി എന്ന് പറയുന്നത് കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളിൽ ഭവ്യത കാണിക്കുന്നവരെ അല്ല. 5 വക്തും നിസ്കരിച്ചാൽ തഖ്വ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നീ 10 വട്ടം ഹജ്ജിന് പോയാലും തഖ്വയും അല്ലെങ്കിൽ അള്ളാഹ് സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എല്ലാ ഇബാദത്തുകളുടെയും അവസ്ഥ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തഖ്വ അത് പ്രതിഫലിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാവണം. നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നതോടുകൂടി ശരീരവും ശുദ്ധമാവണം. നമ്മൾ ജീവിക്കുന്ന ബന്ധങ്ങൾ ശുദ്ധമാവണം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ പ്രയാസങ്ങൾ കാണാൻ നമുക്ക് കഴിയണം. അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെങ്കിലും ശരി, പ്രയാസമുള്ള സാഹചര്യത്തിലാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇൻഫാഖ് നടത്തുവാൻ, ചെലവഴിക്കുവാൻ, അത് സമയമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ശരീരമാണെങ്കിലും സമ്പത്താണെങ്കിലും നമ്മുടെ ചിന്തയാണെങ്കിലും അത് ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് തഖ്വയുള്ളവരായി മാറുക. അങ്ങനെയുള്ളവരാണ് മുത്തഖിൽ. എന്നിട്ട് അള്ളാഹു അവിടെ നിർത്തുന്നില്ല. വൽ ഖാളിമീനൽ ഗൈള്, കോപത്തെ കടിച്ചിറക്കി വിൽക്കുന്നവരാവണം. സ്വാഭാവികമായും റമളാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, റമളാൻ ആകുമ്പോൾ ദേഷ്യം കൂടുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ്റെ, എൻ്റെയും ഒരു പക്ഷേ എല്ലാവരുടെയും വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, റമളാൻ ആകുമ്പോൾ ദേഷ്യം കൂടും. കാരണം നമ്മൾ കൂടുതൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഈമാൻ കൊണ്ടാവാം, നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുമ്പോൾ ആൾക്കാർ ഇടപെടുമ്പോൾ ശൈത്താൻ കയറി വരും. നമ്മളാവുന്ന ശൈത്താൻ തന്നെ പുറത്തു വരും. ഞാനിവിടെ വല്ലാണ്ട് ഈമാൻ പിടിച്ച് നിൽക്കുമ്പോഴാണോ നീ എന്നെ തടയാൻ വരുന്നത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, അടികൂടാൻ വരുന്നവൻ പറയും ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ നോമ്പിലാണ് അല്ലെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് പ്രത്യേകം എടുത്ത് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖാളിമീനുൽ ഗൈള്, കോപത്തെ, ഗൈള് എന്ന് വെച്ചാൽ കോപം, കടുത്ത കോപത്തെ കടിച്ചു നിർത്തുന്നവരാണ് വിശ്വാസികൾ. റമളാനിൽ നമുക്കത് കഴിയുമോ? അല്ലെങ്കിൽ റമളാന് ശേഷവും നമുക്കത് കഴിയുമോ?
അങ്ങനെയാണെങ്കിൽ മാത്രമേ തഖ്വ നമുക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ആത്മവിചാരണ കൂടിയിട്ടാണ്. ഇത് ഞാനൊരു വൺ വേ എന്ന രീതിയിൽ സംസാരിക്കുന്നതായി മനസ്സിലാക്കേണ്ടതില്ല. ഒരു വിശ്വാസം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങൾ സംഭവിക്കും. അതിനെ എങ്ങനെ ചെറുക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷാവർഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമതായി അല്ലാഹു പറയുന്നു വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നവർ. വിട്ടുവീഴ്ച എന്ന് വെച്ചാൽ അഫുവത്ത് എന്ന പദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. നമ്മൾ റമളാനിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും കൂടാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചവനെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ അത് ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ. അതായത് നമുക്ക് ഒരാളോട് അക്രമം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും അർഹതയുണ്ടായിട്ടും അത് ഒഴിവാക്കി കൊടുക്കുക എന്നതാണ് അഫു എന്ന പദത്തിൻ്റെ അർത്ഥം. നമുക്ക് അവകാശമാണ് അയാൾക്കെതിരെ രണ്ട് പറയാൻ. എനിക്കത് എൻ്റെ അവകാശമാണ്, കാരണം ഞാൻ അതിന് ബാധ്യതപ്പെട്ടവനാണ്. എന്നിട്ട് പോലും മിണ്ടാതിരിക്കുന്ന, എന്നിട്ട് പോലും ഒഴിവാക്കി കൊടുക്കുക എന്നാണ് അഫു എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് കോപം കടിച്ചിറക്കുക മാത്രമല്ല, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും ഒഴിവാക്കി കൊടുക്കുന്നവനും കൂടാണ് മുത്തഖി. അതായത് തഖ്വയും അവിടെയും നമ്മുടെ മാനറുകളും സ്വഭാവങ്ങളിലും ഇടപെടലുകളിലും കൂടി പ്രകടമായി വരുന്നു എന്നാണ് അർത്ഥം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ളവരെ അള്ളാഹു വിളിച്ചത് മുഹ്സിൻ എന്നാണ്. പൂർണ്ണമായും ഒരു കാര്യത്തെ ചെയ്ത് വീട്ടുന്നവർ എന്നാണ് മുഹ്സിൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സുന്ദരന്മാർ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം, നന്മ നിറഞ്ഞവർ എന്നും വേണമെങ്കിൽ നമുക്ക് മുഹ്സിൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ നന്മ നിറഞ്ഞ പുണ്യാളന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ച പദങ്ങൾ നോക്കുക. ഒരു വിശ്വാസി അവൻ ആദ്യം ചെയ്യുന്നത് മുൻഫിഖാണ്, ചെലവഴിക്കുന്നവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ദേഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കടിച്ച് പിടിക്കുന്ന കാളിമാണ്. ആഫിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പുറത്ത് മറന്നു കൊടുക്കുന്ന, വിട്ടു കൊടുക്കുന്നവനാണ്. അതിൻ്റെ കൂടെ തന്നെ മുഹ്സിനാണ്. ഇങ്ങനെയുള്ളവരാണ് മുത്തഖി എന്ന് വിളിക്കുക. ഈ റമളാനിലൂടെ നമുക്കിതാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എത്ര വലിയ നഷ്ടത്തിലായിരിക്കും നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച അവിടെ നിർത്തുന്നില്ല. വിശ്വാസിയുടെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദം, വിശ്വാസം എന്നല്ല മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ ആദമിൻ്റെ മക്കളും ഖത്താഊൻ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും. എന്നാൽ ഖൈറുൽ ഖത്തായിന തവ്വാബൂൻ, എന്നാൽ അതിൽ ഏറ്റവും നല്ലവരാരാ? തൗബ ചെയ്യുന്നവരാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു തൂബു ഇലല്ലാഹി ജമീഅൻ യാ അയ്യുഹൽ മുഅ്മിനൂൻ. സൂറത്ത് നൂറിൽ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ സമ്പൂർണ്ണമായി തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങും. അതായത് തെറ്റ് നമ്മൾ സംഭവിക്കും, വിശ്വാസം എന്ന നിലയിൽ സംഭവിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും തൗബത്തും എന്ന് പറയുന്ന ആശയം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ. റമളാൻ പോലും തൗബയുടെയും മഗ്ഫിറത്തിൻ്റെയും മാസം കൂടാണ്. ഹദീസുകളിൽ നമുക്കത് കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ഇത് പറയാൻ കാരണം തൊട്ടടുത്ത ആയത്ത് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും. വിശ്വാസികളുണ്ടല്ലോ, അവരെന്തെങ്കിലും ഫാഹിഷത്തെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഖുർആനിൽ ലൈംഗികമായ മോശം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അധികവും ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ധാർമ്മിക പ്രശ്നങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഫാഹിഷത്ത് എന്നുള്ള പദവും അധികവും വന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ കുറ്റം ചെയ്തവർ വലമു അൻഫുസഹും, സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. അതായത് ഇങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെ ചെയ്തവർ, വേണ്ടാത്ത രീതിയിൽ ചെയ്തവർ. ദുൽമ എന്നതിന് പണ്ഡിതന്മാർ വിശദിക്കുന്നത് വളകം ഷൈന അല ഗൈരി മൗദഇഹി എന്നാണ്. ഒരു കാര്യം അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് വെക്കുക, അതായത് ക്രമം തെറ്റിക്കുക. സ്വന്തത്തോട് അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഹുദൂദുകൾക്കുള്ളിൽ, ആ ചിട്ടകൾക്കുള്ളിൽ, പരിധിക്കുള്ളിൽ നിന്ന് പലപ്പോഴും തെന്നിപ്പോവാറുണ്ട്. അങ്ങനെ സ്വന്തം അക്രമം പ്രവർത്തിച്ചവർ, അതുപോലെ തന്നെ തെറ്റായ പരിപാടി ചെയ്തവരും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അങ്ങനെയാണെങ്കിൽ അവർ ദക്കറുല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കുന്നു. വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ കുറ്റങ്ങൾ പൊറുക്കാൻ വേറെ ആർക്കും കഴിയുകയില്ല, ആരുമില്ല. എന്നിട്ട് വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു വീണ്ടും പറയുന്നത്, വലം യസിറു അലാമാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ വിശ്വാസികൾ, ഈ കൂട്ടർ
തെറ്റ് ചെയ്തിട്ട് ഇല്ല ഞാൻ തെറ്റ് ചെയ്താൽ ന്യായീകരിച്ച് നിൽക്കുന്നവരല്ല, തെറ്റ് ചെയ്താൽ തൗബ ചെയ്യുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നുണ്ട്. മുഹ്സിൻ ആരാണ്? നേരത്തെ ആയത്തിൽ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് പറയുന്നവരെയുള്ള ആയത്തുകളിൽ യഥാ മുഹ്സിൻ ഒരു കാര്യത്തെ കംപ്ലീറ്റായി പൂർണ്ണമായും ചെയ്ത് വീട്ടുന്നവർ ഇങ്ങനെയുള്ള പ്രശ്നക്കാരല്ല. അതായത് അങ്ങനെ വലിയ ഫാഹിഷത്തോ ദുൽമോ ജീവിതത്തിൽ വല്ലാണ്ട് കടന്നു വരുന്നവരല്ല. വളരെ സ്വാത്വികമായി ജീവിതം ചെയ്ത് വീട്ടിൽ പോകുന്നവരാണ്. എന്നാൽ വേറെയും മറ്റൊരു തരം മുത്തക്കികളുണ്ട്. ഇതും മുത്തക്കിയാണ്, അതും മുത്തക്കിയാണ്. എന്നാൽ രണ്ടാം ഘട്ട മുത്തക്കികൾ എന്ന് പറയുന്നത് ഇടയ്ക്ക് തെറ്റ് ചെയ്താൽ പോലും പെട്ടെന്ന് തന്നെ അതിൽ പിടിച്ച് തൂങ്ങി നിൽക്കാതെ വലം യസുറു അല അതേ പറഞ്ഞ പോലെ അവർ ചെയ്ത പാപങ്ങൾ പിടിച്ച് തൂങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുന്നവരാണ്. അതായത് മനുഷ്യന്മാർക്കിടയിലും നല്ല മുത്തക്കികളായ ഉണ്ടാവാം, മുത്തക്കികൾക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിൽ തക്വയിലുള്ളവരും ഉണ്ടാവാം. റമളാൻ ഈ രണ്ട് വിഭാഗക്കാർക്കും കൂടിയുള്ളതാണ്. അതായത് നമ്മളിൽ ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അപ്പോഴും റമളാനെ പോലുള്ള മാസം നമ്മുടെ മുന്നിലേക്ക് പടച്ചവൻ വെച്ച് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യം പറഞ്ഞ മുത്തക്കിയുടെ തട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുന്നവരാണ്, ജന്നത്തിൻ്റെ ഏതെങ്കിലും ഓരത്ത് കയറാൻ ആഗ്രഹിക്കുന്നവരല്ല, മുഹ്സിനാവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ ഇമാം റാസി പറഞ്ഞ ആദ്യത്തെ തട്ടായ മുഹ്സിനായ മുത്തഖിയായി മാറാൻ കഴിയുന്ന, ഇടയ്ക്കിടയ്ക്ക് തെറ്റ് വന്നിട്ട് തൗബ ചെയ്യാൻ കാത്തിരിക്കുന്നവരാവുന്ന വിശ്വാസികളെക്കുറിച്ചല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും മുഅ്മിനുകളെ രണ്ട് ക്ലാസിഫൈ ചെയ്യുന്നത് കാണാം. അൽ മുഅ്മിനുൽ ഖവിയ്യ്, ശക്തനായ മുഅ്മിൻ, ദുർബലനായ മുഅ്മിനുൽ ദഈഫ്, ദുർബലനായ മുഅ്മിനേക്കാൾ ഖൈറാണ്, അഫ്ളലാണ്, നല്ലവനാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതേപോലെ വിശ്വാസികളെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് അൽ മുഅ്മിൻ അല്ലദീ യഖ്തലിത്തു നാസ വയസ്ബിറു അലാ അദാഹും, ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന, ആ ഇടപഴകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സ്വബർ പാലിക്കുകയും ചെയ്യുന്ന മുഅ്മിൻ, അവൻ ഖൈറും മിനൽ മുഅ്മിൻ അല്ലദീ യഖ്തലിത്തു നാസ വലാ യസ്ബിറു അലാ അദാഹും. അതായത് ജനങ്ങളോട് ഇടപഴകാത്ത, എന്നാൽ വല്ലപ്പോഴെങ്ങാനും ഇടപെട്ടാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒട്ടും സ്വബർ പാലിക്കാത്ത മുഅ്മിനേക്കാളും നല്ലത് ആദ്യം പറഞ്ഞ മുഅ്മിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനിനെ തന്നെ പല ഘട്ടങ്ങളായി വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് അത് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ആശയം വെച്ചുകൊണ്ടാണ് ഇമാം റാസിയും പറയുന്നത്, ഇതേപോലെ തഖ്വകൾക്കും തഖ്വ ഏറ്റുപിടിക്കുന്നവരിലും മനുഷ്യന്മാരാണല്ലോ, പല തട്ടുകളിൽ വരാം. പക്ഷെ നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം, നമ്മളെ റോൾ മോഡൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, സലഫുസ് സാലിഹീങ്ങളാണ്. സ്വഹാബികളെക്കുറിച്ച് നമ്മൾ ഈ റമളാൻ്റെ കാര്യം പറയുമ്പം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സ്വഹാബികൾ നമ്മുടെ മാതൃകയാണ്. പക്ഷേ അതേ സ്വഹാബികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ തമ്മിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ മനുഷ്യന്മാരായിരുന്നു, അവരാരും മുത്തുനബി ആയിരുന്നില്ലല്ലോ. പക്ഷെ എന്നാൽ പോലും ആ സ്വഹാബികൾ നമുക്ക് സലഫുസാലിഹ്യങ്ങളായ മാതൃകാ പുരുഷന്മാരും കൂടാണ്. കാരണം തഖ്വ എന്നത് വലിയൊരു ബറക്കത്താണ്. ആ ബറക്കത്തിനെ ഏറ്റുപിടിക്കുക, അതിനെ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബലാ ആണ്, വലിയൊരു പരീക്ഷണമാണ്. ആ ഒരു ബോധം നമ്മളിൽ എന്തായാലും ഉണ്ടാവണം. ആ ബോധങ്ങൾ നൽകുന്നതാണ് ഈ ആയത്തുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കും സിയാമ കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. നിങ്ങൾക്ക് മുമ്പ് ഉള്ള ആൾക്കാർക്കും റമളാൻ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളിൽ തഖ്വ ഉണ്ടാവുവാൻ വേണ്ടി ഉണ്ടായേക്കാം എന്ന് പറയുന്നൊരാശയമാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, തഖ്വ എന്നത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ഈമാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമു യൗമിൻ ദി മസ്അബ ഔ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മതുറബ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു കഠിനമായ വഴികളുള്ള ഒരു മലമ്പാത കയറുന്നത് പോലെയാണ്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അത് ഫഖു റഖബ, അടിമത്ത മോചനമാണ്. ആലോചിച്ച് നോക്കുക, ഇസ്ലാമിലേക്കുള്ള യാത്രയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് മറ്റൊരുത്തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ്. റഖബ എന്ന് വെച്ചാൽ അടിമത്ത മോചനം എന്നാണ്. ഫഖു റഖബ, ആ അടിമത്തത്തിനെ പൊട്ടിച്ചു കളയുക എന്നുള്ളതാണ്. ഇന്നത്തെയുള്ള അടിമത്ത മോചനം എന്താണ്?
ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ, സാമ്പത്തികമായി പ്രത്യേകിച്ച് സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ സഹായിക്കുക എന്നുള്ളതാണ്, അവൻ്റെ പ്രയാസത്തെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ എങ്ങനെയാണ് ആയത്തിനെ വിശദീകരിക്കുന്നത്? അന്നത് അടിമകളാണെങ്കിൽ ഇന്ന് കടങ്ങൾ കൊണ്ടും പലതുകൊണ്ടും അടിമയായി ജീവിക്കേണ്ടി വരുന്ന, കുറച്ച് പൈസ ഒരാളിൽ നിന്ന് വാങ്ങിയാൽ അയാളുടെ മുഖത്ത് അഭിമാനത്തോടുകൂടി നോക്കാൻ പറ്റാതിരിക്കുന്ന കുറേ മനുഷ്യന്മാർ, അവരെ മോചിപ്പിക്കലാണ് ഇന്നത്തെ അടിമമോചനം. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതും സഹാബികളെ കൂടി ചെയ്യാൻ പഠിപ്പിച്ചതും ഇതേപോലുള്ള മറ്റൊരുത്തൻ്റെ അവകാശത്തെ സംരക്ഷിക്കാനായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ അമൽ സാലിഹ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നില്ല, യതീമിനെ, കഷ്ടപ്പെടുന്ന യതീമിനെ സഹായിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മളോ നമ്മുടെ കൂടെയുള്ളവരോ ഒരുപാട് യതീമുകളുണ്ടാവാം, കഷ്ടപ്പെടുന്നവരുണ്ടാവാം. അതുപോലെ മിസ്കിനെന്താ മത്രബ, മണ്ണിനോട് പറ്റിപ്പോയ, മണ്ണ് പറ്റിയ, നമുക്ക് ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട മിസ്കീനുകളെ സഹായിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കണക്ട് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊനിൽ തന്നെ ഈ കാര്യം പ്രത്യേകം പറയുന്നുണ്ടല്ലോ. വൈലുലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനും അൻസലാത്തിയും സാഹൂൻ, നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ, എന്നാൽ അങ്ങാണ് നമസ്കരിച്ചാലോ അല്ലദീനും യുറാഊൻ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന. അത് മാത്രമല്ല വയംനഊനൽ മാഊൻ, റിച്വലുകളിലെ ആരാധനകളെക്കുറിച്ച് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം പറഞ്ഞത്. ചെറിയ ചെറിയ സഹായങ്ങൾ തടയുകയും ചെയ്യുന്ന നമസ്കാരക്കാർക്ക് നാശമെന്നാണ്. നമസ്കാരം നമ്മളിൽ, അല്ലെങ്കിൽ ഇബാദത്തുകൾ നമ്മളിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? സാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് നാട്ടുകാർ ചോദിച്ചുള്ളൂ, നിൻ്റെ നമസ്കാരമാണോ നിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? അതായത് അവർക്കിടയിലുള്ള അധർമ്മത്തെ, ഷിർക്കിനെ, മോശം കാര്യങ്ങളെ വെല്ലുവിളിച്ച, ചെറുക്കണമെന്ന് പറഞ്ഞ, നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ ശ്രമിച്ച സാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് നാട്ടുകാർ ചോദിച്ചത്, നിൻ്റെ നമസ്കാരമാണോ നിന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. അതായത് നമ്മുടെ നോമ്പ് മറ്റൊരാളുടെ തിന്മയെ ചെറുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ നോമ്പ് നമ്മുടെ തന്നെ തിന്മയെ തടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? മറ്റൊരാൾ തിന്മ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? എങ്കിൽ ആ നോമ്പായി മാറുന്നു. മറ്റൊരിടത്തും തിന്മ ചെയ്യുന്ന കണ്ടിട്ട് കണ്ണടച്ച് കളയുന്നവൻ യഥാർത്ഥത്തിൽ ആരല്ല? ശരിയായ വിശ്വാസിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പ്രത്യേകം ഈ കാര്യം, വമൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇല്ലം യസ്തതിഹ് ഫബിലിസാനിഹി വഇല്ലം യസ്തതിഹ് ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. ഒരാൾ ഒരു തിന്മ കണ്ടിട്ട് സ്വന്തം കൈകൊണ്ട് തിന്മയെ തടയാത്തവന് ആദ്യം കൈകൊണ്ട് തടയട്ടെ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാവുകൊണ്ട് തടയട്ടെ, അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനോടൊരു നീരസം പ്രകടിപ്പിക്കട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ഏറ്റവും ദുർബലമായ ഈമാനെന്നാണ്. അതായത് റമളാൻ നമ്മൾ ജീവിക്കുമ്പോൾ റമളാനിൽ നമ്മൾ എഫക്റ്റ് ഉണ്ടാവേണ്ടത് തിന്മകളോടുള്ള ഒരു നിഷേധമാവണം. നന്മകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായി മാറുന്നു, തിന്മകളെ വെറുക്കുന്ന ഒരാളായി മാറുന്നു, തിന്മകളെ ചെറുക്കുന്ന ഒരാളായി, വിരോധിക്കുന്ന ഒരാളായി റമളാൻ നമ്മളെ മാറ്റണം. അത് സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ നമസ്കാരം മാറ്റിയതുപോലെ, അല്ലെങ്കിൽ സ്വഹാബികളെ അവർ സ്വീകരിച്ച ഈമാൻ അവരെ ഉൾക്കരുത്തുണ്ടാക്കിയതുപോലെ, എന്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ പോലും ഒരു വിശ്വാസി നോമ്പെടുത്ത് കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ ഒരു ആത്മീയാനുഭൂതി അവൻ്റെ ജീവിതത്തിലും ഉള്ളിലും പുറത്തും ഒരുപോലെ പ്രതിഫലിക്കുന്നത് പോലെ നമ്മളിലും പ്രതിഫലിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പെന്ന് പറയുന്നത് അതൊരു ജുന്നത്താണ്, ഒരു പരിചയമാണ്, അല്ലെങ്കിൽ പരിചയമാവണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തഖ്വ നേടിയെടുക്കേണ്ട, ആ തഖ്വ ലഭിക്കുന്നതിലൂടെ നോമ്പ് തിന്മകളോടുള്ള ഒരു ഷീൽഡായി മാറുന്ന വിശ്വാസികളായി നമ്മൾ മാറണം. ആ തരത്തിൽ നോമ്പിനെ വളരെ ഹാർദവുമായി നമ്മൾ സ്വീകരിക്കണം. നോമ്പിലേക്ക് അടുക്കുന്ന നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരീരവിശുദ്ധി ഉണ്ടാവുക, മാനസിക വിശുദ്ധി ഉണ്ടാവുക, ചുറ്റുപാടുകൾ, നമുക്ക് ചുറ്റുപാടിനെ കൂടുതൽ ശുദ്ധിയായി സൂക്ഷിക്കുക. വീടിനെ നോമ്പ് എങ്ങനെ സ്വാഗതം ചെയ്യുന്നു? വീട് ശുദ്ധിയാക്കുക, നമ്മുടെ ചുറ്റുപാടും
അവിടെ പരിസരം ശുദ്ധീകരണം നടത്തുക, അതൊക്കെയും നോമ്പിനെ ഹാർദവമായി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ തരത്തിൽ തഖ്വ കൂടുതൽ പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിയണം. തഖ്വ ഉണ്ടാവുന്നതോടുകൂടി കൂടുതൽ മഹബ്ബത്ത് നിറഞ്ഞ മനുഷ്യന്മാരായി നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റമളാൻ നമ്മളെ മാറ്റുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഈമാൻ മുഅ്മിനാവാത്തിടത്തോളം കാലം നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തുഹാബ്ബു, പരസ്പരം ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ മുഅ്മിനുകളുമാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, അഫ്ഷുസ്സലാം, സലാം വ്യാപിപ്പിക്കുക. സലാം അലൈക്കും ചുമ്മാ പറഞ്ഞടക്കുക എന്നതിനേക്കാളും അപ്പുറം സലാമിൻ്റെ ആളായി മാറുക എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. സമാധാനത്തിൻ്റെ മറ്റൊരുത്തിന് സമാധാനം കൊടുക്കുന്ന ആളായി മാറുക. സ്വന്തം സമാധാനം അന്വേഷിച്ച് കിടക്കുന്ന എന്നതിലേക്കാളും അപ്പുറം മറ്റൊരുത്തിനും സമാധാനം കിട്ടുന്നതിലൂടെ സ്വയം സമാധാനം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ മുസ്ലിം ആരാണെന്ന് പരിചയപ്പെടുത്തിയത്. എൻ്റെ കൂടെയുള്ള മുസ്ലിം, കൂടെയുള്ള സുഹൃത്ത് എന്നിൽ നിന്ന് സുരക്ഷിതനാവുന്നതോ അപ്പോഴാണ് ഞാൻ മുസ്ലിമായി മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ഒരു ബോധം നമുക്ക് കിട്ടുന്നത് റമളാനെ പോലുള്ള ദീർഘമായി നീണ്ടു നിൽക്കുന്ന ഇബാദത്തുകളിലൂടെയാണ്. കൂടുതൽ നല്ല മുഅ്മിനാവുന്നത്, കൂടുതൽ നല്ല മനുഷ്യനാവാൻ നമ്മളെ സഹായിക്കുന്നു. അതിന് തഖ്വ ഏറ്റവും വലിയ പരിചയമായി മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ റമളാനെ സ്വീകരിക്കുന്ന, അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളാക്കി നമ്മെ മാറ്റട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.